ഇപ്പോൾ 19 എന്ന 20th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ 21st സെഞ്ച്വറി 2000 വന്നാണ് 20. അപ്പോൾ 19th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ 19 എന്നുള്ള സമയത്തിൻ്റെ 7+9+10 കൂട്ടുമ്പോൾ 16+10 എന്ന് പറയുന്നത് 26 ആണെങ്കിലും ഈ 26 പ്ലസ് പിന്നെ ഒരു 7 ഡിവിഷൻ വരുന്നുണ്ട്. അത് 7 കൂട്ടുമ്പോൾ 33 വരണം മധുബാലയുടെ ബർത്ത് ഡേറ്റ്. അപ്പോൾ 33ൽ പ്രാധാന്യം ഉണ്ടെന്ന് പറയണം. അപ്പോൾ അമ്മാമ്മ മരിക്കണ സമയത്ത് കുമാമ അവരുടെ തള്ളായിരുന്നു കുട്ടി. ഞാൻ അങ്ങോട്ട് വാക്കുകൾ പറയാനുള്ളത്. അപ്പോൾ ഇവർ പറയണേന് നിമ്മിക്ക് 11 വയസ്സ് കഴിയും, എനിക്കും ജിബിക്കും 11. അപ്പോൾ എല്ലാ 11 11 വയസ്സ് കഴിയുമ്പോൾ 12 വയസ്സിലേക്ക് ആവാണ്. അപ്പോൾ 11 എൻ്റെ കയ്യിൽ പെർഫെക്റ്റായിട്ട് വരണു. 11+7+7 33. ആ 33+33 66 എന്ന കെമിസ്ട്രി വരാം. കെമിസ്ട്രിയിൽ വിചാരിച്ച മാർക്ക് കിട്ടണത് +2. അതുപോലെ 28 വയസ്സിൽ മമ്മിക്ക് ഡയബറ്റീസ് കിട്ടുന്നത് ബെറ്റ്സി കിട്ടിയൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ശ്രീദേവിയുടെ തമിഴല്ല അതൊക്കെ പറയണ ഇങ്ങനെ കിട്ടുന്നത്. ശ്രീദേവി 24+2 26 എന്ന രീതിയിൽ കിട്ടുന്നതും ഈ 28 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂട്ടിയ 26 തന്നെ വരണം. 2 8 16, 2 + 8 10, 10+16 26. അപ്പോൾ അതുപോലെ തന്നെ 1988 2888 കൂട്ടുമ്പോൾ രണ്ടും കൂടി 26 വരുന്നു. 26 12 00 സമയം 1 + 2 3 3 6 9 എന്ന മൂത്തരനെയും തമ്മിൽ വ്യത്യാസം അറിയേണ്ട March 14 അതൊക്കെ പറഞ്ഞു. 314 എന്ന പൈയുടെ വാല്യൂ കോണിപ്പടിയിൽ നിന്ന് വീഴുന്നതും 3ാം ക്ലാസ് 2ാം ക്ലാസ് വരുമ്പോൾ 2ാം ക്ലാസ് 3ാം ക്ലാസ് വരുന്ന സമയത്ത് 95 96 65 വയസ്സിൽ കുമാമയുടെ 65 എന്ന ഇയർ കുടാമയുടെ ബർത്ത്ഡേ 28 + 8 36 ഒക്കെ വരണ രീതി റോമിയോനെ കണ്ടുമുട്ടണമൊക്കെ പറഞ്ഞു. അതൊക്കെ തീർന്നു. അത് അല്ല, അപ്പോൾ 88 വരണം 26ഉം 26ഉം അതിൽ തന്നെ പ്രാധാന്യം നിൽക്കണമായിരുന്നു. അനിയൻ ജനിക്കാൻ കാരണം മൂത്തരനിയൻ തമ്മിൽ വ്യത്യാസമുണ്ട്. 2088 നിലനിൽക്കുക തന്നെയാണ്. അത് മാഞ്ഞു പോയാലും പെർഫെക്ഷൻ 12 വയസ്സിൽ മാഞ്ഞു പോയാലും അത് 888 നാനിയുടെ ബർത്ത്ഡേ മാമയുടെ ബർത്ത്ഡേ 2000 പറഞ്ഞുകൊണ്ട് 8 3 എന്ന 12 എന്ന സമയം 0 അതും 8 × 3 24 8 × 3 24 8 × 24 6 അല്ല 24 8 8 8 8 നിലനിൽക്കുന്നുണ്ട്. പിന്നെ 27 എന്ന രീതിയിൽ 11 73 വയസ്സിൽ മരിക്കുമ്പോൾ 69 വയസ്സിൽ 96 മറിച്ചിട്ട് ആ 73 വയസ്സ് തിരിച്ചു കിട്ടുമ്പോൾ 21 എന്ന രീതിയിൽ 14 ജാനുവരിയിൽ ബാപ്റ്റിസം ചെയ്ത് ശരിയായില്ല. മുങ്ങി നിവരേണ്ടത് മുങ്ങി നിവരണ വേണം. പാതിരികളോടൊക്കെ പറയും, പക്ഷെ നിങ്ങൾ ആയിരുന്നു കുട്ടി വാങ്ങാൻ ചെയ്യും. നിങ്ങളുടെ ചാവൽ ഞാൻ കാണാനായിട്ട് ഇരിക്കണം. അപ്പോൾ 43 വയസ്സിൽ 34 വയസ്സ് തിരിച്ച് 2012 കല്യാണം കഴിക്കുമ്പോഴും ഏറ്റാനിയൻ ട്രെയിനിനെല്ലാം എടുത്ത് ചാടി പീസ് ബസ്സിൽ. ഞങ്ങളുടെ വിവരമില്ലായ്മ, ഞങ്ങളൊക്കെ എന്തൊക്കെ വൃത്തികേട് ജോസും ഡേവിസും വലിയ പപ്പിയും അവരൊക്കെ ആയിട്ട് വൃത്തികേട് കുണ്ടങ്ങളി കളിച്ചാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വീട്ടുകാരെ കുറിച്ച് ആരെയും എന്താ ദ്രോഹിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞിട്ടോ എന്തിനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയണേ. അങ്ങോട്ട് ദ്രോഹ വാക്കുകൾ പറയാണ്ട് കഴിക്കാത്തത് കഴിച്ചില്ല എന്ന് പറയും. സ്പൂൺ ഫീഡിങ് ആണ് അതാണോ? അല്ല, പറയിപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ പറയാത്തത് ആരും എന്നെ മുഖത്തോക്കി ഇങ്ങനെ വാക്കുകൾ സബ്ജക്റ്റിനെ കുറിച്ചോ പഠിപ്പിനെ കുറിച്ചോ ഒന്നും എന്നോട് മുഖത്തോക്കി സംസാരിക്കാനുള്ളത്. 21 ദിവസം ബെഡിൽ റെസ്റ്റിൽ കിടന്നു. അവരെന്നെ കുറ്റം പറയുന്നത് ഞാൻ താഴ്ത്തി പൊക്കി പറയുന്നത് പൂർണ്ണ അറിവോടെ വേണം. പാട്ടിൽ എന്തെങ്കിലും ഡ്രാമ എന്തെങ്കിലും ജയിച്ചു തോറ്റു എന്തെങ്കിലും ജയിച്ചാൽ താഴ്ത്തി പറഞ്ഞ് പൊക്കി പറഞ്ഞു ഷെയ്ഖനെ പറഞ്ഞ പൂർണ്ണ അറിവോടെ വേണം. ഈ കുമ്മുട്ടിയും കോഹനാലും കുഞ്ചുവാരിയും ജിബിയും നിമ്മിയും റോമൻ കാത്തലിക്സും വെഡി ക്യാമറയുടെ മുന്നിൽ ജീവനില്ലാത്ത വിഗ്രഹങ്ങളും ആരാധിച്ച് പാതിരി വേഷം കെട്ടണവർ പ്രൂഫാണ്. ഷൂറുക്കാനും അവരുള്ള വിഡിത്തത്തിന് പ്രൂഫ്. എളിഞ്ഞ വളഞ്ഞ മോൻ വെച്ചിട്ട് കള്ളം കുടിച്ച് ഗുട്ക കഴിച്ച് നടക്കണവരാണ് അവർ. ദേഷ്യം പറഞ്ഞ് വരണവർ. അങ്ങനെയുള്ളവർ ഇത് ദേഷ്യം എന്നിട്ടല്ല പറയണമെന്ന് പറയാം. അങ്ങനെയുള്ളൊരു വളഞ്ഞ സെലക്ഷൻ ശരിയാവാണ്ട് വൃത്തികെട്ട പോലെ ചെടുങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ വെള്ളം കുടിക്കാൻ പറ്റില്ല അവരുടെ മുഖത്ത് നോക്കി. നിമ്മിയും ജിബിയൊക്കെ അനുമാൻസും സിക്കോ എന്ന് പറയണവർ ആരെങ്കിലും ഇതുപോലെ പറയൂ. അപ്പോൾ തലയ്ക്ക് വെളിവില്ലാണ്ടാണ് നിങ്ങളെന്ന് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നത്. ഞങ്ങൾ വിചാരിച്ചു തമ്മിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ല ഒന്നാമത്. അതുകൊണ്ടാണ് തമ്മിൽ കുഴിയിൽ ചാടിക്കാൻ തോന്നുന്നു. 14 30 എന്ന വയസ്സിൽ ഫേക്ക് ബർത്ത് ഡേറ്റ് ഉള്ളവരുടെ 2 ജൂണെന്ന് വെച്ച് വിശ്വസിച്ച് അഫ്താബ് എന്നുള്ള ഷാറുഖ് ഖാനും 2 നവംബർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഫേക്ക് ബർത്ത്ഡേ വെഡി ക്യാമറയുടെ മുന്നിൽ ഗോഷ്ഠികളെ വിശ്വസിച്ച് അതിന് വെഡിത്തം കൈയടിക്കണവർ. ഞാനത് ചെയ്തിട്ടുള്ളത്. അതുപോലത്തെ ഈ
300 മില്യൺ വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എർത്തത് മാജിക് തന്നെയാണ്. എല്ലാ അറിവും എല്ലാ ചിരിക്കാനുള്ള കഴിവും സന്തോഷം, മൃഗങ്ങൾക്ക് തിരിച്ചറിവും, റിയാക്ട് ചെയ്യാൻ എപ്പോൾ റിയാക്ട് ചെയ്യണം, എപ്പോൾ റിയാക്ട് ചെയ്യേണ്ട, എപ്പോൾ സംഭവം നടത്തണം, വെള്ളത്തിൻ്റെ ഒഴുക്കും എല്ലാ മാജിക്കും ഓരോ കണികൾക്കും വ്യത്യാസം വരണമെങ്കിൽ അത് കണികകൾക്കും അത് വിഡ്ഢി ക്യാമറയുടെ മുന്നിലല്ല ഗോഷ്ടി ചെയ്ത് വെച്ചാണ്. അപ്പോൾ വിഡ്ഢി ക്യാമറയുടെ ഗോഷ്ടി കാണിക്കുമ്പോൾ പെണ്ണിനും എല്ലാ വക പെണ്ണുകളും കുടിച്ചിലൊക്കെ കെട്ട് പട്ട് പറഞ്ഞ് കുടിച്ച് നടക്കുന്ന വെഡ്ഡികൾ മനസ്സിലായി. അവർക്ക് വെളിവില്ല. അവർ ഈ വെഡ്ഡിത്തം സ്വന്തം തന്തയുടെ തള്ളയുടെയും സ്വന്തം എന്ന് പറഞ്ഞ് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നില്ല. സ്വയം ഞങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ല, പിന്നെ ഇങ്ങനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യാം ഞങ്ങളെ തന്തയുടെ തള്ളയുടെ റിട്ടയർഡ് ടീച്ചർ അറിവില്ലായ്മ അതുപോലെ മൂട്ടിന്ന് വിടണ പോലെ അന്ന് തൊട്ട് അരുന്ന് പൊട്ടി വാങ്ങുന്നുണ്ട്. ശവപ്പെട്ടിയിലാവേണ്ട കാര്യമില്ല. അവർ ശവപ്പെട്ടി അവർക്ക് ആവശ്യമില്ല. അവരുടെ ശവമായിട്ട് ഈ ധൈര്യമില്ലാണ്ട് ഇങ്ങനെ ശോഷിച്ചാവസ്ഥയിൽ മുഴുകി കിടക്കണവർക്ക് ഫിസിക്കലി ചാവേണ്ട കാര്യമില്ല. അത് ആ രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ ഇവിടെ നിങ്ങളുടെ പാളിച്ചാന്ന്. എത്ര വെളുത്ത ആദിവാസികളാണ്, കറുത്ത ലിപ്സ്റ്റിക്കുള്ള ആദിവാസികളാണ്, തലയ്ക്ക് ഛർദ്ദിച്ച വെഡിത്തം അവരുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാം. മണ്ടൻ കോട്ടാക്സ് വെച്ച് മേരിദാസ് പോലും ഒരു വൃത്തികെട്ട എന്തൊക്കെ നിങ്ങൾ വൃത്തികടിച്ചതാണ് ഞാൻ കുറ്റം പറയാൻ വന്നിട്ടില്ലേ. അതുപോലത്തെ ഓരോ അതൊന്ന് മാറാൻ ശ്രമിക്കാൻ പറ്റണല്ലോ ഞങ്ങൾക്ക്. നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. അതുപോലത്തെ ഒരു യഹോവ യേശുവോ ഇങ്ങനെയുള്ള വെഡ്ഡികളെ രക്ഷിക്കാൻ പോകുള്ളതെന്ന് പറയാം. ഏതൊരു വുമൻ ഏതൊരു സൈക്കോ എന്ന് പറഞ്ഞ വെഡ്ഡികൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്. ക്യാമറ കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയാനുള്ളത് പറയുന്ന രീതിയിൽ പറയും. അല്ല ക്യാമറയുടെ പ്രൂഫ് വെച്ചിട്ട് നാവ് ചീത്തയാക്കി കണ്ണും ചീത്തയാക്കി നുണയും പറഞ്ഞ് നടക്കണതിൽ എത്രത്തോളം നടത്തുന്നുണ്ട് അത്രയും പറയാനുള്ളൂ. മനസ്സിലാക്കുക. അതുപോലെ സ്വന്തം കാര്യം നോക്കി ധൈര്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ധൈര്യമായിട്ട് എൻ്റെ കാര്യം മാത്രമല്ല ചിന്തിക്കണം. അത് മനസ്സിലാക്കണം. അവരുടെ കയ്യിൽ നിങ്ങളെ വെഡിത്തല ഇടരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കുമ്മുട്ടിയും കോഹാലാലും കാണിക്കണ വെഡിത്തത്തിന് കൈയടിക്കാൻ നിങ്ങൾക്ക് നാണാവില്ലേ?